രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ ഇടഞ്ഞ് ഗവർണറും സർക്കാരും. RSS ചിത്രത്തിനു മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹമെന്ന് മന്ത്രി പി പ്രസാദ് പ്രതികരിച്ചു. ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് മാറ്റുകയില്ല എന്ന് അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം അറിയാതല്ലോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഗവർണറുടെ നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് നിലവിൽ സർക്കാരിന്റെയും LDFന്റെയും തീരുമാനം. ബഹുമാനപ്പെട്ട ഗവർണർ കാര്യങ്ങൾ അറിയാവുന്ന ഗവർണർ എന്നുള്ള നിലയിൽ അതിൽ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം കേരളത്തെ ആകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ഒട്ടും ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല. അത് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. യോജിച്ച ഒരു അന്തരീക്ഷത്തിൽ പോയാൽ മാത്രമേ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI ആവശ്യമുന്നയിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ശ്രീജിത്താണ്. ശ്രീജിത്ത്, ഗുഡ് ഈവനിംഗ്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടപ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ വളരെ സൗഹൃദത്തോട് പോകും എന്ന രീതിയിലാണ് പുതിയ ഗവർണർ വന്നപ്പോൾ ചില ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. എന്നാൽ മറ്റൊരു ചിത്രം ആ സൗഹൃദം അത് തകർക്കുമോ എന്ന രീതിയിലുള്ള ആശങ്കകളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഈ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരുകയാണ്. രാഷ്ട്രപതിക്ക് വരെ പരാതി പോയിരിക്കുന്നു. അതിൽ RSS ഭാരതാംബയും ഒപ്പം തന്നെ ഭാരത പതാകയുടെ മുന്നിലുള്ള ഭാരതാംബയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. വിവാദം എങ്ങോട്ടാണ് പോകുന്നത്? ക്രിസ്റ്റീന, ഗുഡ് ഈവനിംഗ്. ഭാരതാംബ വിവാദത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ്. എന്നാൽ CPM നേതൃത്വമോ മുഖ്യമന്ത്രിയുമോ വലിയൊരു പ്രതികരണം നടത്തിക്കൊണ്ട് ഗവർണറെ ആലോചനപ്പെടുത്താൻ കാര്യമായി തയ്യാറായിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ CPI ആകട്ടെ വളരെ കർശനമായൊരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് RSS സൈദ്ധാന്തികൻ S ഗുരുമൂർത്തി രാജ്ഭവനിൽ പ്രഭാഷണത്തിന് വന്നപ്പോഴും CPI സമാനമായ ഒരു കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. അതിൻ്റെ തനിയാവർത്തനമാണ് ഈ ഭാരതാംബ വിവാദത്തിലും CPI സ്വീകരിക്കുന്നത്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പെരുമാറുന്ന ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട് CPIയുടെ രാജ്യസഭാ കക്ഷി നേതാവായ P സന്തോഷ് കുമാർ MP രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഗവർണറുടെ നിലപാട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല, മറിച്ച് സംഘപരിവാർ അജണ്ട രാജ്ഭവനിലേക്ക് ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് CPIയുടെ നിലപാട്. ഗവർണർ പദവി തന്നെ അനാവശ്യമാണ് എന്ന രാഷ്ട്രീയ നിലപാട് മുൻപ് തന്നെ കൈക്കൊണ്ടുള്ള പാർട്ടിയാണ് CPI. അതെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുകയും ചെയ്തു. ക്രിസ്റ്റീന. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്ന്. എന്തായാലും ഭാരതാംബയുടെ ചിത്രം അത് ഉയർത്തിവിട്ട ആ വിവാദങ്ങൾ വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോര് 2.0 പോവുകയാണോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.